ഓം ശാന്തി. ഞാൻ ഒരു ദിവ്യ നക്ഷത്രമാണ്. ഈ ശരീരത്തിൽ ഭൃഗുടി സിംഹാസനത്തിൽ വിരാജമാനായി ഞാൻ എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ മുഴുവൻ വിശ്വത്തെയും കാണുന്നു. മുഴുവൻ മനുഷ്യ ആത്മാക്കളും വിനാശി പ്രാപ്തിക്കു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. വിനാശി പ്രാപ്തിയിൽ മുഴുകിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ സ്വയം തന്നെ കാണുന്നു. എൻ്റെ ലൗകിക സുഖമയ ജീവിതം അല്പകാലത്തേതാണെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് സഫലതയാണെങ്കിൽ നാളെ അസഫലതയാകാം. എൻ്റെ അലൗകിക ജീവിതത്തെ ഞാൻ കാണുകയാണ്. ഈ സംഗമയുഗത്തിൽ സ്വയം സുഖദാത സർവപ്രാപ്തികളുടെയും ദാത പിതാവിൻ്റെ രൂപത്തിൽ എനിക്ക് പ്രാപ്തിയായിരിക്കുന്നു. ഈ സംഗമയുഗത്തിൽ എനിക്ക് അലൗകിക ദിവ്യജന്മം നൽകിയിരിക്കുന്നു. സർവ അവിനാശി പ്രാപ്തികളാലും എന്നെ സമ്പന്നമാക്കിയിരിക്കുന്നു. ഞാൻ സദാകാലത്തേക്ക് പ്രാപ്തി സ്വരൂപമായിരിക്കുന്നു. ഞാൻ സർവപ്രാപ്തി സ്വരൂപ വിശേഷാത്മാവാണ്. ഈ സംഗമയുഗത്തിൽ ഭഗവാനെ ഞാൻ എൻ്റെ സർവസംബന്ധിയാക്കി ഭഗവാനുമായി മംഗളമിലനം ചെയ്യുന്നു. ഈ മിലനമേളയിലൂടെ ശ്രേഷ്ഠഭാവവും ഈശ്വരീയ സംസ്കാരവും എൻ്റെ സ്വന്തമാകുന്നു. ഞാൻ ബാപ്പ് സമാനം മാസ്റ്റർ വിശ്വകല്യാണകാരിയാകുന്നു. ഇതു ഭാഗ്യശാലി സംഗമയുഗമാണ്. അവിനാശി സമ്പാദ്യത്തിൻ്റെ സമയമാണ്. ഈ സമയത്ത് എനിക്ക് മുഴുവൻ അവിനാശി പ്രാപ്തികളും ലഭിച്ചു. എൻ്റെ ജീവിതം സുഖമയമാകുന്നു. മുഴുവൻ ഖജാനകളും ഒരു ബാബാ ശബ്ദത്തിലൂടെ ഞാൻ പ്രാപ്തി ചെയ്തു. അതിനാൽ സംഗമയുഗം സർവോത്തമയുഗമാണ്. ഈ സമയത്തേതാണ് സത്യമായ കുംഭമേള. ആത്മാവ് പരമാത്മാവായ ബാബയോട് മിലനം ചെയ്യുന്ന വേളയാണ്. ഈ സമയം ഒരേ ഒരു ബാബ ദേഹി അഭിമാനിയാകാനുള്ള പാഠം പഠിപ്പിക്കുന്നു.
എനിക്കറിയാം, ഞാൻ അഭിനേതാവായി പാർട്ട് അഭിനയിക്കാൻ ഈ സൃഷ്ടിയിൽ വന്നതാണ്. ഈ ഡ്രാമ ഇപ്പോൾ പൂർത്തിയാവുകയാണ്. ഇത് ആദ്യവും അന്ത്യവുമില്ലാത്ത ഡ്രാമയാണ്. ബാബ പറയുകയാണ്, പുതിയ ലോകം വരികയാണ്, കുട്ടികളെ ഉണരൂ. ഈ സമയത്ത് ബാബ വന്ന് എന്നെ സ്വർഗവാസിയാക്കുന്നു. ഈ സംഗമയുഗത്തിൽ ഞാൻ സ്വർഗവാസിയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഞാൻ ഈശ്വരീയ സന്താനമാണ്. ആത്മാവും പരമാത്മാവും വളരെ കാലം വേർപെട്ടിരുന്നു. ബാബയുമായി കണ്ടുമുട്ടുന്നത് ഒരു തവണ മാത്രമാണ്. ഇത്രയും സമയം ഞാൻ ശരീരമാണെന്ന് കരുതിയാണ് ജീവിച്ചിരുന്നത്. ഇപ്പോൾ ബാബ വന്ന് എന്നെ ദേഹി അഭിമാനിയാക്കി മാറ്റുന്നു. ഞാൻ പരമധാമ നിവാസിയാണ്. ഇവിടെ പാർട്ട് അഭിനയിക്കുന്നു. എൻ്റെ 84 ജന്മങ്ങളുടെ പാർട്ട് പൂർത്തിയായി. ഇപ്പോൾ ബാബ എന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ബാബ വഴികാട്ടിയാണ്. ഞാനും ബാബ് സമാനം ആത്മീയ വഴികാട്ടിയാണ്. പാണ്ഡവ ഗവൺമെന്റാണ്, എന്നാൽ ഗുപ്തമാണ്. ഏതെല്ലാം കാര്യങ്ങളാണോ എന്നെ കനിഷ്ഠരാക്കി മാറ്റുന്നത്, ഞാൻ അതൊന്നും കേൾക്കാതിരിക്കുന്നു. ഒരു ബാബയിൽ നിന്ന് മാത്രം കേൾക്കുന്നു. അവ്യഭിചാരിയായ ജ്ഞാനം മാത്രം കേൾക്കുന്നു. ബാബ ഇപ്പോൾ സത്യം കേൾപ്പിച്ച് എന്നെ പുരുഷോത്തമനാക്കി മാറ്റുന്നു. ഞാൻ പഠിപ്പിൽ പൂർണ്ണ ശ്രദ്ധ വയ്ക്കുന്നു. ഈ സമയം ശരീരത്തെ മാറ്റേണ്ട സമയമാണ്. ശരീരം പഴയതും പതിതവുമായി മാറി. ഇതും ഡ്രാമയിലുള്ളതാണ്. ആത്മാവ് അവിനാശിയാണ്. ആത്മാവ് സ്വയം പറയുന്നു, ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുകയാണ്. ഞാൻ ദേഹി അഭിമാനിയാകുന്നു. ദേഹി അഭിമാനിയായതിനാൽ സത്യയുഗത്തിലെ മോഹജീത്താകുന്നു. ദേവതകൾ മോഹത്തെ ജയിച്ചവരാണ്. സന്തോഷത്തോടെ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. ഞാൻ നഷ്ടമോഹയാകുന്നു. ശരീരത്തോടു പോലും മോഹമില്ല. ഈ പഴയ ലോകത്തെ ഞാൻ മറക്കുന്നു. അശരീരിയായി വന്നതാണ്, വീണ്ടും അശരീരിയായി തിരിച്ചു പോകണം. തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകാൻ ഞാൻ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുന്നു. എനിക്ക് പുരുഷോത്തമനായി മാറണം. അതിനാൽ പതിതമാക്കി മാറ്റുന്ന ആശ്രയമായ ഒരു കാര്യങ്ങളും കേൾക്കില്ല. ഒരു ബാബയിൽ നിന്നും ഞാൻ അവ്യഭിചാരിയായ ജ്ഞാനം കേൾക്കുന്നു. ദേഹി അഭിമാനിയാകാനുള്ള പരിപൂർണ പുരുഷാർത്ഥം ചെയ്ത്
നഷ്ടമോഹിയാകുന്നു. ഈ പഴയ ലോകത്തോട് പരിധിയില്ലാത്ത വൈരാഗ്യമുണ്ടാകണം. ബാബ നൽകിയ വരദാനമാണ് ശ്രേഷ്ഠ പ്രാപ്തിയുള്ളവരായി ഭവിക്കൂ. ഞാൻ സർവപ്രാപ്തികളെയും സ്മൃതിയിൽ വെച്ച് കയറുന്ന കലയുടെ അനുഭവം ചെയ്യുന്നു. പരമാത്മമിലനത്തിലൂടെ അവിനാശി പ്രാപ്തി സമ്പാദിക്കുന്നു. സംഗമയുഗത്തിൽ ഒരു ചുവടിലൂടെ 1000 മടങ്ങ് പ്രാപ്തി നേടുന്നു. ഞാൻ എൻ്റെ ശ്രേഷ്ഠമായ പ്രാപ്തി സ്വരൂപത്തെ സദാ മുന്നിൽ വയ്ക്കുന്നു. അപ്പോൾ കയറുന്ന കലയുടെ അനുഭവമുണ്ടാകുന്നു. നേടേണ്ടത് നേടിക്കഴിഞ്ഞു എന്ന ഗീതം പാടുന്നു. അപ്പോൾ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുന്നു. ബ്രാഹ്മണരുടെ ശ്വാസമാണ് ധൈര്യം. ഇതിലൂടെ അതികഠിനമായ കാര്യം പോലും സഹജമാകുന്നു. ഓം ശാന്തി.